പിന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുത്തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് കുക്കിങ്ങിൻ്റെ പ്രോപ്പർ കുക്കിംഗ് ചാനലല്ലല്ലോ, അപ്പം പ്രോപ്പർ ഒരു സാധനം ഉണ്ടാവില്ല. എന്നാലും ഞാൻ വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സജഷൻസൊക്കെ നിങ്ങൾ പറയണേ. ഞാൻ ഈ പുതിയ രംഗത്തേക്ക് കാൽ ചുവട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വേറെ എനിക്കൊന്നും അറിയില്ല, പണിയെടുത്ത് ചെയ്യിക്കാറിയില്ല എന്ന് പറയുന്നത്. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ബ്രെയിനിന് ഈ പറഞ്ഞ പോലെ ഒന്നുകൂടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് വരുമ്പം നമ്മൾ കുറച്ചാൾ കഴിയുമ്പോൾ അത് നിർത്തി പോരും. അപ്പോൾ എത്ര കാലം എന്ന് വെച്ചിട്ടാ, ഇതും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഞാൻ ഓരോ തവണ വിചാരിക്കും വ്ളോഗിങ് ചെയ്യണം, അത് തുടങ്ങണം, ഇങ്ങനെ കാണിക്കണം, ഇതൊക്കെ വിചാരിക്കും. പക്ഷെ കൺസിസ്റ്റൻസി ഇല്ല. സോ മെയിൻലി ഒരു ടാസ്ക് ഓറിയൻറ്റഡ് ബ്രെയിനല്ല എനിക്ക് ഉള്ളത്. ഡോക്ടറെ കാണുന്നുണ്ട്. ഞാനപ്പോൾ കോവയ്ക്ക് എവിടെ ഇരിക്കണേന്ന് നോക്കട്ടെ, അത് കണ്ടുപിടിച്ച് വേണം കറി വയ്ക്കാൻ. അതൊക്കെയാണ് മെയിൻ ടാസ്ക്. എവിടെയൊക്കെയോ ഉറക്കത്തിൽ എന്നോട് പറഞ്ഞായിരുന്നുണ്ടെന്ന്, പക്ഷെ നമുക്ക് ഓരോന്നും എടുത്ത് നോക്കണം. വേപ്പിൻ്റെ എല്ലാ ആവശ്യം വരും. കാണാനുണ്ടല്ലേ. മൈക്ക് ഉള്ളത് കൊണ്ട്, മൈക്ക് ആക്ച്വലി മേടിച്ചിട്ട് 1 മാസമായി. ഞാൻ മൈക്കൊക്കെ മേടിച്ചതൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പക്ഷെ വീണ്ടും ഞാൻ അവിടെ നിന്ന് കട്ടായിപ്പോയി. നോക്കട്ടെ, എനിക്ക് തോന്നിയതാണോ ഇനി കോവയ്ക്ക് വെക്കാൻ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ കോളിയുണ്ട്. യെസ് പ്ലീസ്, കിട്ടി. അപ്പോൾ ഇത് ഇച്ചിരി അധികം ഉണ്ടല്ലോ, അത് മൊത്തം വെക്കണമാവോ എന്തോ. പിന്നെ എനിക്ക് എൻ്റെ മെയിനായിട്ട് ഞാൻ വെക്കുന്ന സാധനങ്ങൾ, ഞാൻ 1-2 സാധനങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വയ്ക്കാം. ഒന്ന് പച്ചപ്പയർ മെഴുക്ക് വരട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോവയ്ക്ക, വഴുതനങ്ങ മെഴുക്ക് വരട്ടി. എനിക്ക് ഈ മെഴുക്ക് വരട്ടിയോടാണ് ഭയങ്കര ക്രേസ്. അപ്പം ഇത് കുറച്ച് ഞാൻ കുറേ ചോറ് കഴിക്കും. അങ്ങനെയാണ്. അങ്ങനെ നോൺ വെജൊക്കെ എനിക്ക് കുക്ക് ചെയ്യും ഞാൻ. പക്ഷേ എനിക്ക് അത്ര എന്താ പറയുക, ഇത് ഉണ്ടാക്കി കഴിക്കണം അങ്ങനത്തെ ഒരു ഫീലൊന്നുമില്ല. അങ്ങനെ. അപ്പോൾ ഞാൻ കോവയ്ക്കൊന്ന് വാഷ് ചെയ്യട്ടെ. അപ്പോൾ ഗൈസ്, മുടി ഉണങ്ങിയിട്ടില്ല. എന്നാലും എനിക്കൊരു ബുദ്ധിമുട്ട്. ഓക്കെ. അപ്പം നമ്മൾ പെട്ടെന്ന് എന്തോ പറയാൻ വന്നേ. ഓക്കെ, ഇതാണ് നമ്മൾ കഴുകിയെടുത്തിട്ടുള്ള കോവയ്ക്ക. പിന്നെ ഇത് ചിലപ്പോൾ 2-3 പാർട്ടായിട്ടായിരിക്കും വീഡിയോ ഇടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം കുക്കിംഗ് വീഡിയോ എന്നുള്ളതല്ല. അതിൽ ഞാൻ വലിയ അഗ്രഗണ്യത്തൊന്നുമല്ല. എനിക്ക് സത്യത്തിൽ ഭയങ്കര എന്താ പറയുക, കൂടുതലേക്ക് സംസാരിക്കുന്ന വീഡിയോസാണ് ഇഷ്ടം. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം കുറച്ച് സ്ട്രെസ്സൊക്കെ എനിക്ക് തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് എനിക്ക് എൻ്റെ എന്താ പറയുക, എനിക്ക് ഒരുപാട് എനർജി ഉണ്ട് സ്ട്രെസ് അടിക്കാനും ഒറ്റപ്പെട്ടിരിക്കാനും ഒക്കെ. അപ്പോൾ ആ എനർജിയൊക്കെ കുറച്ചും കൂടിയും എന്താ പറയുക ബെറ്റർ ആവുന്ന തരത്തിലേക്ക്, എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻഗേജിങ് ആവുന്ന, എനിക്ക് സന്തോഷമുള്ള, പ്ലസ് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകുന്ന തരത്തിൽ. ഫസ്റ്റ് ഓഫ് ഓൾ വീഡിയോസും കാര്യങ്ങളും എടുക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവും, നമുക്ക് പ്ലസൻ്റ് ആയിട്ടിരിക്കണം, അങ്ങനെ ഒരു ഫീൽ വരും, നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ വെറുതെ നെഗറ്റീവായിട്ട് ഇരിക്കാൻ ഉപയോഗിക്കുന്ന എനർജി നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് തുടങ്ങാനുള്ള മെയിൻ കാരണം. പ്ലസ് എൻ്റെ ഫിനാൻഷ്യൽ ആവശ്യങ്ങളും കൂടി ഉണ്ട്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ ജോലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചു. ഞാനൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്, പ്ലസ് ഷൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു. പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക, എനിക്കൊരു ഒരുപാട് സമയമുണ്ട് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ കൂടുതലെപ്പോഴും ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെയാണ് ചിലവഴിക്കാറ്. പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ നമുക്കൊക്കെ നമ്മുടേതായ ഓൺ സ്പേസ്, നമ്മൾ ബിസി ആയിട്ടിരിക്കണം. അതൊക്കെ ഞാൻ ലൈഫിൽ ഇങ്ങനെ ഓരോ സമയമാകുമ്പോൾ ഇങ്ങനെ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ സെൽഫായിട്ട് എൻഗേജ്ഡും ബിസിയുമായിട്ടിരിക്കുക. നമ്മുടെ ബ്രെയിനിന് ആക്ച്വലി ഇഷ്ടമുള്ള ടാസ്കുകൾ, വിച്ച് മീൻസ് മേ ബി ആർട്ടായിരിക്കാം, ടാസ്ക് ഓർ എനിത്തിങ്, ഒരു എൻഗേജ്മെൻറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. സോ മേ ബി ടാസ്ക് ആയിരിക്കാം, സ്പോർട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് വർക്ക് ചെയ്യുന്നതായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പം ഓക്കെ, എന്തൊക്കെ വേറെ ടോപ്പിക്കിലേക്ക് പോകണം. അപ്പം മെയിനായിട്ട് എനിക്ക് സംസാരിക്കാൻ കുറച്ച് ആൾക്കാരെ വേണം. അതാണ് ഫസ്റ്റ് പ്രശ്നം.